എതിരാളികൾ പാകിസ്ഥാനാണോ? ഇന്ത്യയുടെ ചുണക്കുട്ടികൾക്ക് ഇരട്ടിക്കരുത്താണ്. ഒരിക്കൽ കൂടി പാകിസ്ഥാനെ കണ്ണീരിലാഴ്ത്തി ഇന്ത്യ ദുബായിൽ വിജയക്കൊടി നാട്ടി. ബാറ്റിംഗിലെ പിഴവുകൾക്ക് പരിഹാരം കണ്ടാണ് പാകിസ്ഥാൻ ഇത്തവണ ഇന്ത്യക്ക് മുന്നിലെത്തിയത്. സൂപ്പർ താരം ജസ്പ്രീത് ബുംറയെ അടക്കം കടന്നാക്രമിച്ച് പാകിസ്ഥാൻ തുടങ്ങി. ഓപ്പണർ സാഹിബ്സാദ ഫർഹാൻ ഒരറ്റത്ത് നങ്കൂരമിട്ടപ്പോൾ മറുവശത്ത് വന്നവരെല്ലാം പിന്തുണയേകി. ഇടവേളകളിൽ വിക്കറ്റ് വീണെങ്കിലും 171 റൺസ് പടുത്തുയർത്തി പാകിസ്ഥാൻ. ഇന്ത്യക്കെതിരെ ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ നേടുന്ന ഏറ്റവും ഉയർന്ന 20-20 സ്കോർ. ഹസ്തദാന വിവാദം മുറിവേൽപ്പിച്ച ഇന്ത്യ പാക് മത്സരത്തിൽ ഇത്തവണയും മുഖം കൊടുക്കാതെയാണ് ക്യാപ്റ്റന്മാർ മത്സരം തുടങ്ങിയത്. കളിക്കളത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയപ്പോൾ ഗാലറിയിലേക്ക് സാങ്കല്പിക വെടിയുതിർത്ത് ഫർഹാന്റെ പ്രകോപനം. മുറിവിൽ ഉപ്പ് തേച്ചതിന് കളത്തിൽ ബാറ്റ് കൊണ്ടുതന്നെ ഇന്ത്യയുടെ മറുപടി. ഷഹീൻ ഷാ അഫ്രീദിയുടെ ആദ്യ പന്ത് അതിർത്തി കടത്തി അഭിഷേക് മുന്നറിയിപ്പ് നൽകി. ഒരറ്റത്ത് അഭിഷേകും മറുവശത്ത് ഗില്ലും നിറഞ്ഞാടി. അഭിഷേക് 39 പന്തിൽ 74, ഗിൽ 28 പന്തിൽ 47. അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ച് 19 പന്തിൽ 30 റൺസ് എടുത്ത തിലക് വർമ്മ ഹാർദിക്കിനെ കൂട്ടുപിടിച്ച് ടീമിനെ ജയത്തിലെത്തിച്ചു. ഗ്രൂപ്പ് മത്സരത്തിന് പിന്നാലെ സൂപ്പർ ഫോറിലും പാകിസ്ഥാന് ചുട്ട മറുപടി നൽകാൻ ഇന്ത്യക്കായി. തുടർച്ചയായ 7ാം ജയമാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ നേടുന്നത്. അർദ്ധ സെഞ്ചുറി നേടിയ അഭിഷേക് ശർമ്മയാണ് കളിയിലെ താരം. 17 പന്തിൽ 13 റൺസ് എടുത്ത സഞ്ജു സാംസണിന് തിളങ്ങാനായില്ല. രണ്ട് ടീമിലെയും ഫീൽഡർമാർ ക്യാച്ചുകൾ തുടരെ കളഞ്ഞത് മത്സരത്തിൽ കാണികളെ നിരാശപ്പെടുത്തി. ബുധനാഴ്ച ബംഗ്ലാദേശാണ് സൂപ്പർ ഫോറിൽ ഇന്ത്യയുടെ അടുത്ത എതിരാളികൾ. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.